സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ജനറൽ ആശുപത്രികളിലെയും വികസന സൊസൈറ്റികൾ പുനഃസംഘടിപ്പിച്ച സർക്കാർ ഉത്തരവ്. ഇനി മുതൽ വനിതാ പ്രതിനിധിയും SC/ST പ്രതിനിധിയും സൊസൈറ്റിയിൽ പ്രതിനിധികളെ സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. വിശദാംശങ്ങളുമായി സനിസയാണ് ചേരുന്നത്. സനിസ, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? സനിസ പറയൂ. സർക്കാർ ആശുപത്രികൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, തിരുവനന്തപുരത്തെ SCT ജനറൽ ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ എന്നിവിടങ്ങളിലെ HTS എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ. ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഈ പുനഃസംഘടനയിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വനിതാ പ്രതിനിധി, അതുപോലെ തന്നെ ഒരു SC/ST പ്രതിനിധിയും ഇനി മുതൽ കമ്മിറ്റിയിൽ ഉണ്ടാകും. നമുക്കറിയാം, ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളിലും ഈ ആശുപത്രി വികസന ഫണ്ടുകളുടെ വിനിയോഗത്തിലൊക്കെ HTS കമ്മിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആരോഗ്യ രംഗത്തെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ HTS കമ്മിറ്റിയിലൂടെയാണ് ചെയ്തു പോകുന്നത്. ആ കമ്മിറ്റിയിലേക്ക്, ആ സമിതിയിലേക്ക് ഇപ്പോൾ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വനിതാ പ്രതിനിധിയും ഒരു SC/ST പ്രതിനിധിയും കൂടി വരികയാണ്. മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. ജില്ലാ കളക്ടർ ചെയർമാനായി തുടരും, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് സെക്രട്ടറിയായി തുടരും, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജില്ലയിലെ പാർലമെന്റ് അംഗം, മന്ത്രി, ആരോഗ്യമന്ത്രി, അതത് ജില്ലയിലെ MLA മാർ, കോർപ്പറേഷൻ മേയർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഓരോ ജില്ലയിലെ മന്ത്രിമാർ, നോമിനികൾ, ഇവരൊക്കെ അംഗങ്ങളായി തന്നെ തുടരും. ഈ രണ്ട് മാറ്റമാണ്, ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് ഈ പുനഃസംഘടനയ്ക്ക് കാരണമായത്. ശ്യാമിലി.